പ്രേക്ഷകരെ നമസ്കാരം. ഞാൻ മകേഷ് വടക്കഞ്ചേരിയാണ്. മകേഷ് സ്നേഹാലയം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാനവ്യക്തികൾക്കും നമസ്കാരം. പ്രേക്ഷകരെ, കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോസ് ഇട്ടായിരുന്നു. നമ്മുടെ സ്നേഹഭവനത്തിലെ കോലഞ്ചേരിയിലുള്ള കുറച്ച് ചെറുപ്പക്കാർ ഇവിടെ വന്ന് സഹായങ്ങളൊക്കെ ചെയ്തു പോയി. ക്രിസ്മസോടുകൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് അവർ വീണ്ടും നമ്മുടെ സ്നേഹഭവനത്തിലെത്തി. അവർക്ക് വീൽ ചെയറും ഭക്ഷണവും ഒരുപാട് ഉപകരണങ്ങളുമായിട്ടാണ് സഹായങ്ങളുമായിട്ടാണ് ആ വ്യക്തികൾ നമ്മളിട്ട് എത്തിയിരിക്കുന്നത്. നിറഞ്ഞ മനസ്സ്, അതായത് നിറഞ്ഞ മനസ്സെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഒറ്റപ്പെട്ട് പലയിടത്തും കാണാതെ കണ്ടു മറഞ്ഞു പോയ നിരവധി ആൾക്കാരെ നമ്മൾ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന അവരുടെ ഹൃദയം മനസ്സിലേക്ക് തറച്ചത് കൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് എത്തുന്നത്. എന്ത് തന്നെ ആയാലും ശരി, നമുക്ക് ആ വൃദ്ധ മാതാപിതാക്കളെ ഒന്ന് കാണാം. അതുപോലെ നമ്മളോട് ഒപ്പം കൂടിയ ആ ചെറുപ്പക്കാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അച്ഛന്മാരെ, അമ്മമാരെ, എല്ലാവരും ക്രിസ്മസ് ആഘോഷിച്ചോ? ആഘോഷിച്ചു. ഇവിടെ എങ്ങനെയുണ്ട്? സുഖാണോ? ഒന്ന് കൈവക്കി പറയേ. അടിപൊളി അല്ലേ? ആർക്കാണ് ക്രിസ്മസ് പാട്ട് പാടാൻ അറിയാവുന്ന? ആരെങ്കിലും ഉണ്ടോ? അറിയില്ല. എന്തുകൊണ്ട് അറിയില്ല? എന്നാൽ ഞാൻ നമ്മുടെ അമ്മ രണ്ട് വാക്കൊന്ന് പാടി. അറിയാവുന്ന രണ്ട് പാട്ട്. ഏത് പാട്ടായാലും ഭഗവാൻ ഏത് പാട്ടായാലും ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒക്കെ ഒന്ന് പാടി. ഏതെങ്കിലും അറിയാവുന്ന രണ്ട് പാട്ട്. ഇസ്രായേലിനാഥനായി ദൈവം സത്യദൈവനാമു ദൈവം. എന്തായാലും വാർത്തകത്തിന്റെയാണ്, എന്നാലും അവർ പാടിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ചെറുപ്പക്കാരായ നമ്മുടെ മാന്യ മനസ്സുള്ള മാന്യ വ്യക്തികളോട് നമുക്കൊന്ന് ചോദിക്കാം, എന്താണ് നമ്മളെ കുറിച്ച് പറയാൻ? സാറ് ഇത് ആളുകളൊക്കെ കണ്ട് സാറിന്റെ നല്ല നല്ല ഉപകാരങ്ങൾ പ്രവൃത്തികൾ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ കോലഞ്ചേരിയിൽ സഹായത്തിന് വേണ്ടി വർക്ക് ചെയ്ത് എല്ലാ വർഷത്തിലും ഇവർക്ക് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ സാറിനെ പോലുള്ള ഒരാളുടെ ഒരു ഇത് കണ്ടിട്ടാണ് ഞങ്ങളും ഈ പ്രവൃത്തിയിൽ നമ്മുടെ തുറന്ന പുസ്തകമാണ്. കാരണം നമ്മുടെ വൃദ്ധ മാതാപിതാക്കൾ അടച്ച് മൂടിക്കേട്ടി അല്ലെങ്കിൽ മതിൽ കെട്ടിന്റെ ഉള്ളിൽ സെൻട്രൽ ജയിൽ പോലെ പോലെ കിടക്കുകയല്ല. ഏവർക്കും വന്ന് അവരുടെ സുഖവിവരങ്ങൾ അറിയാം. എല്ലാം നിങ്ങൾ തുറന്നു കാട്ടുന്നവരാണ്. തീർച്ചയായിട്ടും അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം. തീർച്ചയായിട്ടും സാറേ, ഇത് ഈ സ്ഥാപനം കണ്ടിട്ടാണ് നമ്മൾ കൂടുതൽ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഇനി നമുക്കിലും സാറിന്റെ ഫുൾ വീഡിയോസും കണ്ട് ഞങ്ങൾ ഇതിനകത്ത് ഇറങ്ങുമോ? തീർച്ചയായിട്ടും നമ്മള് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്, നമ്മുടെ അല്ല. കാരണം അവർക്ക് കാണണം, നമ്മള് ഒരുപാട് ചാരിറ്റികൾ ഇന്ന് കേരളത്തിൽ വളരെ തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് നടക്കുന്ന സ്ഥാപനങ്ങളാണ് ഒരുപാടുണ്ട്. അതൊന്നും നമ്മൾ വെളിപ്പെടുത്തുന്നില്ല. എങ്കിൽ പോലും നമ്മൾക്ക് ചാരിറ്റി, അത് സത്യമാണ്. ചാരിറ്റി ചെയ്യുന്നവൻ തന്നെ ചാരിറ്റി ചെയ്യണമെന്നുള്ള അർഹത എല്ലാ മനുഷ്യരും മനസ്സിലുണ്ട്, അല്ലേ? ചെയ്യാൻ അവർക്ക് പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്നുണ്ട്, അല്ലേ? അത് കണ്ണ് നിറഞ്ഞ് സന്തോഷമായി പോകുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ നാട്ടിൽ, അല്ലേ? എന്താ പറയാനുള്ളത്? എന്താ പേര്? ശ്രീകുമാർ പറയാം. ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് മകേഷന്റെ ഓരോ കാര്യങ്ങൾ കണ്ടാണ് നമുക്ക് ഇതുപോലെ ഒരു മനസ്സിലെന്താ വാക്കുകളിൽ പറയാനെന്താ പറയണമെന്ന് അറിയില്ല. തീർച്ചയായിട്ടും മകേഷന്റെ ഒരു വീഡിയോസ് കാണുമ്പോൾ നമുക്ക് സന്തോഷം. നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് എന്തൊക്കെ ഒന്നും പറയാൻ കിട്ടുന്നില്ല. എന്താന്ന് വെച്ചാല് എന്താ പറയാ, അവരുടെ സന്തോഷം തന്നെയാണ് നമ്മുടെയൊക്കെ നിറഞ്ഞ മനസ്സ്. എന്താ പേര്? എന്താ പറയാ? കൂടുതലായിട്ട് പറയാനില്ല എന്ന് പറഞ്ഞാൽ ഒരു മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയില്ലേ. വളരെ സന്തോഷം. ക്രിസ്മസ് ആയിട്ട് ഞങ്ങൾ വരാൻ പറ്റിയില്ല. ക്രിസ്മസിന് 2ാമത്തെ ദിവസമാണ്, ഈ വർഷം തീരാൻ പോവുകയാണ്. അപ്പൊ അവർക്ക് നമുക്ക് കുറച്ച് ഭക്ഷണവും വീൽ ചെയറായിട്ട് നമ്മുടെ സ്വന്തം മകേഷേട്ടന് വേണ്ടി നമ്മൾ എത്തിച്ചേർക്കുക. മകേഷേട്ടന്റെ കയ്യിൽ എത്തി കഴിഞ്ഞാൽ ഇവർക്ക് എത്തിയ പോലെയാണ്. നമ്മൾ മതിൽക്കെട്ടിൽ മകേഷേട്ടൻ പറഞ്ഞ പോലെ മതിൽക്കെട്ടിലുള്ള ഒരു സ്ഥാപനമല്ല ഇത്. ഒരു തുറസായിട്ടൊരു വീട് പോലെയാണ് ഈ സ്ഥാപനം. ആർക്ക് വേണേ എപ്പോൾ വേണേലും വരാം, അവരെ സന്ദർശിക്കാം, കാണാം, ഭക്ഷണം കൊടുക്കാം, എന്ത് വേണം ചെയ്യാം. സ്വന്തം അമ്മമാരെ പോലെയാണ് ഇവിടെ മകേഷേട്ടൻ നോക്കുന്നത്. അതേപോലെ ഒരു മകേഷന്റെ ഒരു കാര്യവും കാണാൻ അവിടെ ജീവിച്ചു പോണത്. അപ്പൊ ഇനി ഞങ്ങളുടെ ക്രിസ്മസ് അല്ല, എല്ലാ പരിപാടിക്കും ഞങ്ങളുടെ ഒരു സഹായം മകേഷേട്ടന് കാണും. നമ്മളെ കൊണ്ട് പറ്റുന്ന ജീവിച്ചിരിക്കുന്നവരെ എന്തുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം ഇവിടെ അവർക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തിരിക്കും, അത് ഉറപ്പാണ്. ഓക്കെ, എന്റെ സ്വന്തം സഹോദരി, പിറക്കാതെ പോയ ഒരു സഹോദരി എന്താ പറയുന്നത്? ഒന്നും പറയാനില്ല. സാറില്ലെങ്കിൽ പിന്നെ ഇവിടെ ആർക്കും ഒന്നുമില്ല. അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. നമ്മൾ വെറുതെ അതിന്റെ ഒരു ഭാഗമാണെന്ന് മാത്രമേ ഉള്ളൂ. സാറാണ് നമ്മുടെ എല്ലാം. സാറ് കൊണ്ടുവന്നതാണ് ഞാൻ അവിടെ വെക്കുന്നത്. അല്ലാണ്ട് ഇപ്പം നമുക്ക് വേറെ എവിടെ നിന്ന് കിട്ടാൻ വഴിയില്ല.
അവർക്ക് അത്രേ പറയുള്ളൂ. കാരണം അവളെ മനസ്സ് നിറഞ്ഞു പോയി ഈ പറയാൻ മകളെ. എന്തായാലും പ്രേക്ഷകരെ, നല്ല വിലപിടിപ്പുള്ള വീൽ ചെയറുകൾ, അമ്മമാർക്ക് ഇരുന്ന് സഞ്ചരിക്കാം, ബാത്റൂം പോകാൻ എല്ലാ സൗകര്യത്തോടു കൂടിയാണ് നമ്മുടെ സുഹൃത്തുക്കൾ എത്തിയത്. അവർക്ക് എന്താ പറയാ, ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു ക്രിസ്മസ് എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമാ കൺകളിലാ. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമാ കൺകളിലാ. പ്രാർത്ഥന ഒഴുകുന്ന മിഴിനീരിലാ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. നമസ്കാരം. കണ്ടല്ലോ വീഡിയോസ്. സത്യസന്ധമായ സേവനം, 23 വർഷം പിന്നിടുന്ന നന്മയേറിയ സത്യസന്ധമായ പ്രവർത്തനം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംഘടനയാണ് സ്നേഹാലയം. എന്തായാലും പ്രേക്ഷകർ നമ്മുടെ കൈവിടരുതും. മകേഷ് സ്നേഹാലയം എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പറഞ്ഞുകൊണ്ട് ക്യാമറമാൻ സുമാറിനൊപ്പം മകേഷ് വടക്കഞ്ചേരി. നന്ദി, നമസ്കാരം.